നിയമസഹായം തേടിയെത്തിയ അതിജീവിതയെ ബലാത്സംഗം ചെയ്ത കേസിൽ റിമാൻഡിൽ കഴിയുന്ന മുൻ സർക്കാർ അഭിഭാഷകൻ PG മനുവിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ജസ്റ്റിസ് സോഫി തോമസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ജാമ്യ ഹർജിയിൽ കോടതി സർക്കാരിന്റെ വിശദീകരണം തേടിയിരുന്നു. കൂടാതെ PV ശ്രീനിജൻ MLA പൊതുവേദിയിൽ അപമാനിച്ച കേസ് റദ്ദാക്കണമെന്ന് 2020 ചീഫ് കോർഡിനേറ്റർ സാബു M ജേക്കബിന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഒപ്പം തൃശ്ശൂരിലേക്ക് പോയാൽ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ഇന്ന് തൃശ്ശൂരിൽ സ്വീകരണം ഒരുക്കുന്നുണ്ട്. വിവരങ്ങളുമായി രേഷ്മ ചേരുന്നുണ്ട്. രേഷ്മ, ഈ PG മനുവിൻ്റെ കാര്യത്തിൽ ആദ്യം മുതൽ തന്നെ സർക്കാരും പോലീസും ഒക്കെ ചില ഒത്തുകളികളിലേക്കൊക്കെ പോയിരുന്ന ആരോപണമുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ സർക്കാരിൻ്റെ ഭാഗം കോടതിയിൽ എത്തുന്നുണ്ടോ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ? ഉമേഷ്, ഹൈക്കോടതി വാർത്തകളാണ് പ്രധാനമായിട്ടും കൊച്ചിയിൽ നിന്നും ഈ ഘട്ടത്തിൽ നൽകുവാനുള്ളത്. മുൻ സർക്കാർ അഭിഭാഷകനായിട്ടുള്ള PG മനുവിന്റെ ജാമ്യഹർജി കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതിയിൽ വന്നിരുന്നു. ഈ ജാമ്യഹർജിയിൽ ഹൈക്കോടതി നിലവിൽ സർക്കാരിന്റെ, അതായത് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് തേടിയിരിക്കുകയാണ്. നിലപാട് ഇന്ന് വ്യക്തമാക്കിയേക്കുമെന്നാണ് സൂചന. നേരത്തെ സെഷൻസ് ഒപ്പം തന്നെ മജിസ്ട്രേറ്റ് കോടതികൾ ഈ മനുവിന്റെ ജാമ്യഹർജികൾ തള്ളിയ സാഹചര്യമുണ്ടായിരുന്നു. തുടർന്നാണ് ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ച ഒരു സാഹചര്യം ഉണ്ടായത്. ജനുവരി 31-നാണ് പുത്തൻകുരിശ് പോലീസ് മുൻപാകെ PG മനു കീഴടങ്ങിയത്. തുടർന്ന് റിമാൻഡിൽ തുടരുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് PG മനു ഹൈക്കോടതിയിൽ ജാമ്യഹർജി നൽകിയിട്ടുള്ളത്. അതായത് തനിക്ക് വലിയ രീതിയിൽ പ്രമേഹമുണ്ട്, അതുകൊണ്ട് തന്നെ ഈ പ്രമേഹ രോഗം വർദ്ധിച്ചതുകൊണ്ട് വലിയ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ താൻ നേരിടുന്നുണ്ട്. മാത്രവുമല്ല, ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇനിയും തുടരേണ്ട ഒരു സാഹചര്യമില്ല. അന്വേഷണം ഈ കേസിന്റെ ഏതാണ്ട് പൂർത്തിയായ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മാത്രവുമല്ല, താൻ നേരത്തെ തന്നെ ഈ അന്വേഷണവുമായിട്ട് ചോദ്യം ചെയ്യലുമായിട്ടും ഒക്കെ സഹകരിച്ചതാണ്. അതുകൊണ്ട് തനിക്ക് ജാമ്യം നൽകണമെന്നുള്ള ഒരു വാദം തന്നെയാണ് PG മനു ഈ ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ തനിക്ക് നേരത്തെ ഇടതുകാലിൽ ശസ്ത്രക്രിയ കഴിഞ്ഞതാണ്. അതിൽ സ്റ്റീൽ ഇട്ടിട്ടുണ്ട്, അതിൽ പഴുപ്പ് കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊരു അടിയന്തര സാഹചര്യമാണെന്നും PG മനു ജാമ്യഹർജിയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സർക്കാരിന്റെ നിലപാട് കൂടി ഹൈക്കോടതി കേൾക്കേണ്ടതുണ്ട്. സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കുമെന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. കീഴ്ക്കോടതികളിലൊക്കെ തന്നെ ജാമ്യഹർജിയെ സർക്കാർ തുറന്നെതിർത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഹൈക്കോടതിയിൽ സർക്കാരിന്റെ നിലപാടിനനുസൃതമായിട്ടായിരിക്കും ജാമ്യം നൽകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി ഒരു തീരുമാനമെടുക്കുക. മാത്രമല്ല, കേസിന്റെ ഗൗരവം കൂടി കണക്കിലെടുക്കേണ്ടി വരും. നേരത്തെ ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി ഒരു സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് PG മനുവിനെതിരായിട്ടുള്ള കേസ് അതീവ ഗൗരവ സ്വഭാവമുള്ളതാണെന്നായിരുന്നു ഹൈക്കോടതി നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. എന്തായാലും നിയമസഹായം ചോദിച്ചെത്തിയ യുവതി, അതായത് എറണാകുളം സ്വദേശിനിയെ ബലാത്സംഗം ചെയ്തു എന്നതായിരുന്നു PG മനുവിനെതിരായിട്ടുള്ള കേസ്. പുത്തൻകുരിശ് പോലീസാണ് പോലീസ് മുൻപാകെയാണ് ഇയാൾ കീഴടങ്ങിയത്. നേരത്തെ ചോറ്റാനിക്കര പോലീസ് ഈ കേസ് എടുത്തതിന് തൊട്ട് പിന്നാലെ തന്നെ PG മനുവിനെ സർക്കാർ അഭിഭാഷക സ്ഥാനത്ത് നിന്നും AG പുറത്താക്കിയ സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും തനിക്കെതിരെ കെട്ടിച്ചമച്ച കേസാണെന്നുള്ള ഒരു വാദത്തിൽ തന്നെയാണ് PG മനു അടിയുറച്ചു നിൽക്കുന്നത്. എന്തായാലും സർക്കാർ ഇന്ന് ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്.